അല്ല പരിപാടി നമുക്കൊരു ഉഗ്രൻ കഥ കേട്ടാലോ? ഒരു ഉഗ്രൻ കഥ കഥ കേട്ടാൽ നിങ്ങൾ എത്രയും വേഗം ഇത് തമാശയാണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. കഥ കേൾക്കുന്നവർക്ക് കേട്ടുകൊണ്ടിരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഈ കഥയിലേക്ക് ഞാനും എൻ്റെ കൂട്ടുകാരനും അയൽവക്കത്തുകാരും ഒത്ത് കാസർഗോഡ് സന്ദർശിക്കുവാൻ വേണ്ടി ഉല്ലാസയാത്രയ്ക്ക് പോയി. രാവിലത്തെ പ്രഭാതഭക്ഷണത്തിന് ശേഷമായിരുന്നു ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. ഞങ്ങൾ പോയത് ഒരു പുതുമുത്തൻ ടെമ്പോ ട്രാവലറിലായിരുന്നു. വണ്ടിയിൽ പാട്ട് എന്നിവയെല്ലാം അവതരിപ്പിച്ചു. അങ്ങനെ അർദ്ധരാത്രി 11 മണിയോടുകൂടി ഞങ്ങൾ കാസർഗോഡ് എത്തി. അവിടുത്തെ സെക്യൂരിറ്റിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അത് സ്ത്രീയായൊരു സെക്യൂരിറ്റി ആയിരുന്നു. എന്നിട്ട് അവിടെ ചെന്നു ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഒരു കാരണവശാലും നിങ്ങൾ 12ാം മുറിയിൽ കയറരുത്. ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറായില്ല. രാത്രി 12 മണിക്ക് ശേഷം ഞങ്ങൾ ഒരു 8ാം മുറിയിൽ കയറി. അത്താഴത്തിന് ശേഷം ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. എല്ലാവർക്കും കൂടി നല്ല നീളമുള്ള ഒറ്റക്കട്ടിലായിരുന്നു. പെട്ടെന്ന് മുകളിലത്തെ 12ാം നമ്പർ മുറിയിൽ ആരോ നടക്കുന്ന ശബ്ദം കേട്ടിരുന്നു. എൻ്റെ കൂട്ടുകാരൻ അവിടെ ചെന്നതും ഇത്രയും നേരം ഞങ്ങൾ നോക്കിയപ്പോൾ അവനെ അവിടെ കാണുന്നില്ല. 12ാം നമ്പർ മുറിയിൽ ചെന്നതും അവിടുത്തെ വാതിൽ ആരോ മുറിഞ്ഞിട്ടിരിക്കുന്നത് കണ്ടതും അവിടെ ബോധരഹിതനായി വീണ് കിടക്കുന്ന കൂട്ടുകാരനെയായിരുന്നു ഞങ്ങൾ കണ്ടത്. അപ്പോൾ അവിടെ ചെന്നതും കാര്യം അന്വേഷിച്ചു. അപ്പോൾ വെള്ളം തെളിച്ചതും അവൻ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരു വെളുത്ത രൂപം മനുഷ്യനെ പ്രേതമെന്ന് അറിയില്ല. ദംഷ്ടങ്ങളെ കാണിച്ച് ക്രൂരമായി തിരിച്ചു. അതിനുശേഷം എനിക്കൊന്നും ഓർമ്മയില്ല.